ഈ പടം ഇന്നലെ ഒരാൾ പറഞ്ഞ റിവ്യൂ പടം വളരെ നന്നായിട്ടുണ്ട്, ഭയങ്കര മലയാളത്തിൽ നിന്ന് കാണാത്ത രീതിയിലുള്ള കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് കൂടി അയാൾ ആഡ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് തരികയാണ്, ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന റിവ്യൂ. അല്ല, അത് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു എൻഡ് പോർഷനിൽ ക്ലൈമാക്സിൽ ഒരു ചെറിയ മീൻസ് ഒരു ആവശ്യത്തിനുള്ള ഒരു ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷ്വൽ പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു സിനിമയായി. ഇപ്പം അത് നമ്മളൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കാണുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു സിനിമ വേറെ തന്നെ ഒരു മുഴുവൻ സിനിമ ആലോചിച്ചുകൂടെ എന്നൊക്കെ തോന്നുന്നൊരു തോട്ടിൽ വരുന്നതാണ് അങ്ങനത്തെ ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നു നല്ലതാണ് അങ്ങനത്തെ ഡിസ്കഷൻസ്. നമുക്ക് ഇതിനൊരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കല്ലെങ്കിലും വേറെ ആളുകൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും തോന്നുന്നു എനിക്ക്. അപ്പോൾ VFX അത്രയും സാധ്യതകളുണ്ട്. പ്യുവർ VFX എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിന് നമ്മൾ മിനിയേച്ചർ വെച്ച് ഷൂട്ട് ചെയ്തെടുത്തതാണ്. അത് കുറേ സംഗതികൾ മിനിയേച്ചർ ഷൂട്ട് നടത്തി പിന്നെ അതിനെ VFXലോട്ട് കൊണ്ടുപോയി അങ്ങനെ എൻഹാൻസ് ചെയ്തതാണത്. VFX ആണ് അതിൽ കൂടുതലുള്ളത്. പക്ഷെ അതിന് ഇങ്ങനൊരു ബിഹൈൻഡ് വർക്കും കൂടെ അതിൻ്റെ പുറകെ ഉണ്ട്. ഈ റഹ്മാൻ സാർ